സ്വർഗം തുറക്കണേ. ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയൻ യേശുവേ, ഹല്ലേലൂയ മാറാനാഥാ, ഹല്ലേലൂയ മാറാനാഥാ. Come, Lord Jesus. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മാറാനാത്ത ദൈവവചന ശുശ്രൂഷയിലേക്ക് കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് സങ്കീർത്തന പുസ്തകം 28 അധ്യായത്തിൽ 8 തിരുലിഖിതം. കർത്താവ് സ്വന്തം ജനത്തിൻ്റെ ശക്തിയാണ്. കർത്താവ് സ്വന്തം ജനത്തിൻ്റെ ശക്തിയാണ്. കഴിഞ്ഞ നാളുകളിൽ ഇതുപോലെ ടെലിവിഷനിൻ്റെ മുമ്പിലിരുന്ന് ദൈവവചന ശുശ്രൂഷകളിൽ പങ്കുചേർന്നപ്പോൾ ഒരുപാട് വ്യക്തികളുടെ കുടുംബങ്ങളിലും ജീവിതങ്ങളിലും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും പരിശുദ്ധാത്മ അഭിഷേകങ്ങളും കർത്താവ് നൽകി. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് ബിന്ദു, ഭർത്താവിൻ്റെ പേര് സിബി. ഞങ്ങൾക്ക് വിവാഹത്തിന് ശേഷം 5 വർഷമായി കുട്ടികളില്ലായിരുന്നു. ഞങ്ങൾ ദൈവവചനം കേട്ട് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അതിൻ്റെ ഫലമായി കർത്താവ് 5 വർഷത്തിന് ശേഷം ഞങ്ങൾക്കൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. ഞങ്ങൾ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഇതാ ആ കുഞ്ഞുമായി ഈ കുടുംബം ഇന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. വിവാഹത്തിന് ശേഷം 5 വർഷമായി കുട്ടികളുണ്ടായിരുന്നില്ല. അവർ ദൈവവചനം കേട്ടപ്പോൾ വചനത്തിൻ്റെ അഭിഷേകത്തിൽ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു. അവരുടെ മേൽ കർത്താവിൻ്റെ അത്ഭുത ശക്തി വ്യാപരിക്കാൻ ദൈവം തിരുവുള്ളമായി. മറ്റൊരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് ഫിലോമിന. ഞാൻ തമിഴ്നാട്ടിലുള്ള നീലഗിരി ജില്ലയിൽ നിന്നാണ് ഇത് എഴുതുന്നത്. സഗിയോൻ ധ്യാന കേന്ദ്രത്തിലെ പ്രാർത്ഥനാ പ്രോഗ്രാമുകൾ മുടങ്ങാതെ ടി വിയിൽ കാണുന്നൊരു വ്യക്തിയാണ്. എനിക്ക് 8-9 വർഷങ്ങളായി ശരീരം മുഴുവനും ചോരക്കുരു വരുമായിരുന്നു. അതുകൊണ്ട് ഭയങ്കര വേദന അനുഭവിച്ചിരുന്നവളാണ് ഞാൻ. എത്രയോ മരുന്നുകൾ കഴിച്ചിട്ടും അസുഖം മാറിയില്ല. അങ്ങനെ സെഗിയോൻ പ്രാർത്ഥനയുടെ സമയത്ത് ടെലിവിഷന് മുമ്പിലിരുന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുക പതിവാണ്. ഒരു ദിവസം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നിച്ചു, എൻ്റെ ഈ ദേഹത്തിലെ കുരുക്കളെല്ലാം ഈ പ്രാർത്ഥനയുടെ ഫലമായി മാറിയാൽ ഞാൻ സെഗിയോൻ ധ്യാനകേന്ദ്രത്തിലേക്ക് എഴുതി അറിയിച്ച് സാക്ഷ്യപ്പെടുത്താമെന്ന് നേർച്ച നേർന്നു. പ്രാർത്ഥിച്ച് പ്രാർത്ഥനാ സമയം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ എൻ്റെ ദേഹത്തിലുണ്ടായിരുന്ന ചോര കുരുക്കളെല്ലാം ഉണങ്ങിപ്പോയതായി കണ്ടു. പിന്നീട് ആ പാടുപോലും അപ്രത്യക്ഷമായി. പിന്നീട് ഇന്ന് വരെ 1 വർഷത്തിലേറെയായിട്ട് എൻ്റെ ശരീരത്തിൽ അങ്ങനെയുള്ള രോഗങ്ങളോ മറ്റേതെങ്കിലും തരത്തിലുള്ള കുരുക്കളോ പ്രത്യക്ഷപ്പെടുകയോ രോഗത്തിന് വേണ്ടി ചികിത്സ തേടേണ്ടി വരികയോ ചെയ്തിട്ടില്ല. എൻ്റെ യേശു എൻ്റെ ശരീരത്തിലേക്ക് സൗഖ്യം വർഷിച്ചതിനായി ഞാൻ എൻ്റെ യേശുവിൻ്റെ നാമത്തിന് നന്ദി പറയുന്നു. നീലഗിരിയിലുള്ള ഗൂഡല്ലൂർ എന്ന പ്രദേശത്ത് നിന്ന് ഇതാ ഫിലോമിന എന്ന സഹോദരി ടെലിവിഷൻ്റെ മുമ്പിലിരുന്ന് വചനം കേട്ടപ്പോൾ പ്രാർത്ഥിച്ച് തീർന്ന സമയത്ത് തന്നെ ശരീരത്തിലെ കുരുക്കൾ ഉണങ്ങിപ്പോയതിനെക്കുറിച്ച് 8-9 വർഷമായി ശരീരത്തിനാണ് ചോരക്കുരുക്കൾ പല ചികിത്സ ചെയ്തിട്ട് മാറാതിരുന്നത്. യേശുവിൻ്റെ വചനം കേട്ടപ്പോൾ അത് സൗഖ്യപ്പെട്ട്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16 അധ്യായത്തിൽ 12 തിരുലിഖിതം. കർത്താവേ, മരുന്നോ ലേപനൌഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. യാക്കോബുസ്ലിയുടെ ലേഖനത്തിൽ 5 അധ്യായത്തിൽ 15 തിരുലിഖിതം. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവ് അവനോട് അത് ക്ഷമിക്കും. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവ് അവനോട് അത് ക്ഷമിക്കും.
ഈ നിമിഷങ്ങളിൽ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഓരോരുത്തരും അവരവരായിരിക്കുന്ന മുറികളിലിരുന്ന്, അവരവരായിരിക്കുന്ന സ്ഥലങ്ങളിലിരുന്ന് യേശു ക്രിസ്തുവിനെ വിളിക്കുക. ഈ നിമിഷം നിൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന മണിക്കൂറുകളാണ്. ഇത് ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ നിമിഷങ്ങളാണ്. കണ്ണുകൾ അടയ്ക്കുന്നു, രണ്ട് കരങ്ങളും തുറക്കുന്നു. ഓരോരുത്തർക്കും എന്തൊക്കെ വേദനകളാണോ, ഏതൊക്കെ വിഷമങ്ങളാണോ അലട്ടിക്കൊണ്ടിരിക്കുന്നത്, ആ മേഖലകളിലേക്ക് ഇതാ ദൈവമായ കർത്താവിൻ്റെ അത്ഭുതകരമായ ശക്തി ഈ നിമിഷങ്ങളിൽ പ്രവഹിക്കുന്നു. വിശ്വാസത്തോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ കഴിയാത്തവർ യേശു ക്രിസ്തുവിന് ഉന്നത നാമം ആവർത്തിച്ച് യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമായ കർത്താവിൻ്റെ അത്ഭുത നാമം ഓരോ രോഗികളുടെ മേൽ അയച്ച് പ്രാർത്ഥിക്കുന്നു. ബന്ധനത്തിലിരിക്കുന്ന കുടുംബങ്ങളുടെ മേൽ യേശുവിനെ നാമത്തെ അയച്ച് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് കാലങ്ങളായി പൈശാചിക പീഡകളാൽ തകരുന്ന കുടുംബങ്ങളിലേക്ക് യേശുവിനെ നാമം അയച്ച് പ്രാർത്ഥിക്കുന്നു. പകർച്ചവ്യാധികളാൽ പീഡിപ്പിക്കപ്പെടുന്ന കുടുംബങ്ങളിലേക്ക് യേശുവിനെ നാമം അയച്ച് പ്രാർത്ഥിക്കുന്നു. അയനയാസേ, നസറനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു, എഴുന്നേറ്റ് കിടക്ക ചുരുട്ടുക എന്ന് പറഞ്ഞപ്പോൾ 8 വർഷമായി തളർവാദം പിടിച്ചു കിടന്ന അയനയാസ് ചാടി എഴുന്നേറ്റ അതേ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ കൽപ്പിക്കുന്നു, രോഗങ്ങളെ, രോഗപീഠകളെ ഈ ദൈവമക്കളിൽ നിന്നും ഇവരുടെ കുടുംബങ്ങളിൽ നിന്നും വിട്ടൊഴിഞ്ഞു പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൈവമക്കളെയും കുടുംബങ്ങളെയും കാലാകാലങ്ങളായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദുരാത്മ സേനകളെ, നാരകീയ വ്യൂഹങ്ങളെ, ദൈവവചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും ദൈവത്തെ ആരാധിക്കാനും നിത്യരക്ഷ പ്രാപിക്കാനും തടസ്സമുണ്ടാക്കുന്ന നാരകീയ സേനകളെ, അന്ധകാര ശക്തി അധിപന്മാരെ, നസ്രായന്റെ നാമത്തിൽ നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു, ഈ കുടുംബത്തിൽ നിന്നും ഇറങ്ങി മാറിപ്പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. സങ്കീർത്തന പുസ്തകത്തിൽ 28-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ തിരുലിഖിതം, കർത്താവ് സ്വന്തം ജനത്തിൻ്റെ ശക്തിയാണ്. ഈ ശക്തനായ ദൈവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരാവശ്യം വരുമ്പോൾ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ ദൈവം എന്നെയും നിങ്ങളെ സഹായിക്കും. പഴയ നിയമത്തിൽ ശമൂവേൽ പ്രവാചകൻ്റെ 1-ാമത്തെ പുസ്തകത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ 7 മുതൽ 14 വരെയുള്ള തിരുലിഖിതങ്ങൾ, അവിടെ ഒരു രംഗം നമ്മൾ വായിക്കുന്നുണ്ട്. ശമൂവേൽ പ്രവാചകൻ ദൈവമായ കർത്താവിൻ്റെ ജനത്തെ മിസ്പ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടി. ഇസ്രായേലരെല്ലാം ഇതാ ഒരുമിച്ച് കൂടിയിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ ഫിലിസ്ത്യ പ്രഭുക്കന്മാർ ഇവർക്കെതിരെ യുദ്ധത്തിന് അണിനിരന്നു. വലിയ സൈന്യശക്തിയോടെ, വലിയ യുദ്ധതന്ത്രങ്ങളോടെ ഈ ജനത്തിന് നേരെ ഇതാ ഫിലിസ്ത്യ പ്രഭുക്കന്മാർ വർദ്ധിത വീര്യത്തോടെ ആക്രമണോത്സുകരായി ആവേശത്തോടെ മുന്നേറുകയാണ്. ഈ സമയം ഇസ്രായേലിലെല്ലാം ഈ വാർത്ത കേട്ടു. അവർ ചെയ്തൊരു കാര്യമുണ്ട്. അവർ ആയുധങ്ങൾ ശേഖരിക്കാൻ നിന്നില്ല, അവർ യുദ്ധതന്ത്രങ്ങൾ മെനയാൻ നിന്നില്ല. അവർ ചെയ്ത കാര്യം ഇതാണ്: അവർ ദൈവത്തിൻ്റെ ദാസനായ ശമൂവേൽ പ്രവാചകൻ്റെ അടുത്ത് ചെന്നിട്ട് നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പ്രവാചകനോട് പറഞ്ഞു. അതാണ് 1 സാമുവേൽ 7-ാം അധ്യായം അതിൽ 8-ാമത്തെ തിരുലിഖിതം. ഫിലിസ്ത്യരിൽ നിന്ന് തങ്ങളെ രക്ഷിക്കുന്നതിന് ദൈവമായ കർത്താവിനോട് നിരന്തരം പ്രാർത്ഥിക്കണമേ എന്ന് അവർ സാമുവേലിനോട് അപേക്ഷിച്ചു. സാമുവേൽ ഒരു കാര്യം ചെയ്തു. ശത്രു ഇരച്ചു പാഞ്ഞു വന്നുകൊണ്ടിരിക്കുമ്പോൾ സാമുവേൽ അവർക്കെതിരെ എങ്ങനെ അവരെ മുട്ടുകുത്തിക്കാം എന്ന് തൻ്റെ തല കൊണ്ട് ചിന്തിക്കാൻ നിന്നില്ല. സാമുവേലിനൊരു കാര്യം അറിയാം: കർത്താവ് സ്വന്തം ജനത്തിൻ്റെ ശക്തിയാണ്. സാമുവേൽ മുലകുടി മാറാത്ത ഒരു ആട്ടിൻകുട്ടിയെ എടുത്ത് ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്ന് നന്നായി ഒരുങ്ങി ഏകാഗ്രതയോടെ ജീവിക്കുന്ന കർത്താവിന് ദഹനബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തി തൻ്റെ ജനത്തിന് വേണ്ടി പ്രവഹിക്കുന്ന രംഗമാണ് തുടർന്ന് നമ്മൾ കാണുന്നത്. 1 സാമുവേൽ 7-ാം അധ്യായത്തിൽ 10-ാമത്തെ തിരുലിഖിതം. സാമുവേൽ ദഹനബലി അർപ്പിച്ചുകൊണ്ടിരിക്കവേ ഫിലിസ്ത്യർ ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി പാഞ്ഞെടുത്തു. കർത്താവ് ഭയങ്കരമായ ഒരു ഇടിനാദ ശബ്ദത്താൽ അവരെ ഭയവിഹുലരാക്കി. സംഭ്രാന്ത ചിത്തരായി അവർ പലായനം ചെയ്തു. ഇസ്രായേല്യർ
മിസ്പായിൽ നിന്ന് ബത്കാർ വരെ അവരെ പിന്തുടർന്ന് വധിച്ചു. ഇതാണ് അവരുടെ ആ കഠിനമായ പ്രയാസത്തിൽ ദൈവം അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തത്. അവരെ ഭയചകിതരായി ആരുവരെ സഹായിക്കാനുള്ള സാഹചര്യത്തിൽ അവർ പ്രവാചകൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, പ്രവാചക, നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ ഈ ജനത്തിനൊന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത അത്ര സ്വസ്ഥതയില്ലാത്തൊരു ജനം, പ്രാർത്ഥിക്കാൻ മാത്രം ദൈവത്തോടൊരു ബന്ധമില്ലാത്തൊരവസ്ഥ. അപ്പോൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടൊരു ദാസൻ ആ ദേശത്തുണ്ടായിരുന്നു. ആ ദാസനോട് ചെന്ന് പറഞ്ഞു, നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ശത്രുക്കളുടെ കെണിയിൽ പെടാതിരിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സാമുവൽ അതുപോലെ ചെയ്ത് ഒരു ദഹനബലി അർപ്പിച്ച് സാമുവൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശത്രുക്കൾ പാഞ്ഞടുക്കുകയാണ് ഈ ജനത്തെ നശിപ്പിക്കാൻ. എന്നാൽ ഉയരങ്ങളിൽ നിന്ന്, ആകാശങ്ങളിൽ നിന്ന് അതിശക്തമായ ഇടിനാദങ്ങളാൽ ശത്രുക്കളെ ഛിന്ന ഭിന്നമാക്കി കർത്താവ് തൻ്റെ ജനത്തെ സഹായിക്കുകയാണ്. ആ ഛിന്ന ഭിന്നമായി പലായനം ചെയ്യുന്ന ജനത്തിൻ്റെ പിന്നാലെ മണ്ടിപ്പാഞ്ഞു ചെന്ന് ദൈവജനം അവരെല്ലാം വധിച്ച് കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുശേഷം സാമുവൽ പ്രവാചകൻ ചെയ്ത ഒരു പ്രവർത്തനമുണ്ട്. അതാണ് 1 സാമുവൽ 7-ാം അധ്യായം 12-ാം വാക്യം. സാമുവൽ മിസ്പായ്ക്കും ജഷനായിക്കും മധ്യേ ഒരു കല്ല് സ്ഥാപിച്ചു. ഇതുവരെ കർത്താവ് നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് ആ സ്ഥലത്തിന് എബനേസർ എന്ന പേരിട്ടു. ഇതുവരെ കർത്താവ് നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് ആ സ്ഥലത്തിന് എബനേസർ എന്ന പേരിട്ടു. ഹല്ലേലൂയ. എബനേസർ, എൻ്റെ ദൈവം എന്നെ ഇതുവരെ സഹായിച്ചു. ഈ അച്ഛൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴും അച്ഛൻ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്, ദൈവം ഇതുവരെ എന്നെ സഹായിച്ചു. ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഓരോ വചനങ്ങളും സത്യമാണ്. ഓരോ വാഗ്ദത്തങ്ങളും സത്യമായും ഇന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. അച്ഛൻ അട്ടപ്പാടി മലമുകളിലുള്ള താവളം എന്ന പ്രദേശത്ത് സെഗിയോൻ ധ്യാനകേന്ദ്രത്തിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ ശുശ്രൂഷ ചെയ്യുകയാണ്. അങ്ങനെ ഒരു നാൾ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഞായറാഴ്ച ധ്യാനം തുടങ്ങണമെന്ന് വൈകുന്നേരം നോക്കുമ്പോൾ ഇതാ ധ്യാനകേന്ദ്രത്തിൻ്റെ പടിക്കൽ എവിടുന്നോ വന്ന ഒരു പറ്റം ആളുകൾ, ഒരു ഓമിനി വണ്ടി നിറയെ ആളുകൾ വന്ന് ഇതാ കുപ്പിയും ചാരായവും മദ്യവും അതും ഇതുമൊക്കെ ആയിട്ട് ധ്യാനകേന്ദ്രത്തിൻ്റെ ആ മുറ്റത്തിരുന്ന് മദ്യപിക്കുകയാണ്. ലക്ക് കെട്ടുവോളം അവർ മദ്യപിച്ചിരിക്കുകയാണ്. 8ഓളം വ്യക്തികളുണ്ട്. ഒരു കൂട്ടമായിരുന്നു മദ്യപിക്കുകയാണ്. ധ്യാനകേന്ദ്രത്തിനുള്ളിൽ ധ്യാനം നടക്കുമ്പോൾ മുറ്റത്ത് ഈ തെമ്മാടി കൂട്ടങ്ങൾ ഇരുന്ന് മദ്യപിക്കുകയാണ്. ശുശ്രൂഷകർ പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല. അച്ഛനാ സമയം വേറെ എവിടെയോ ഒരു മേനോമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ധ്യാനം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ രാത്രി 6 മണി 6:30 ഈ രംഗം എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഞാൻ അവരോട് പറഞ്ഞു, സഹോദരന്മാരെ, ഇത് ദൈവമായ കർത്താവിന് ശുശ്രൂഷയ്ക്കുള്ള സ്ഥലം. നിങ്ങൾ ദയവ് ചെയ്ത് ഈ സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് നിങ്ങളുടെ വീടുകളിലേക്ക് പോവുക. അവർ കൂട്ടാക്കിയില്ല. അവർക്ക് ഈ സ്വരം കേൾക്കാനോ തിരിച്ചറിയാനോ പറ്റാത്ത വിധം അവർ അങ്ങനെ പൂസായിരിക്കുകയാണ്. അവസാനം അവരെ ശാസിച്ച് അവരെ കർശനമായ ആജ്ഞ കൊടുത്ത് അവരെ ധ്യാനകേന്ദ്രത്തിന് കോമ്പൗണ്ടിൽ നിന്ന് പുറത്താക്കി. അവരെ കുപ്പിയും സാധനങ്ങളെല്ലാം അവരുടെ വണ്ടിയിലേക്ക് തന്നെ വലിച്ചെറിഞ്ഞു. അങ്ങനെ അവരെല്ലാം വണ്ടിയുടെ ഉള്ളിലാക്കി വാതിലടച്ച് കോമ്പൗണ്ട് വിട്ട് പോകാൻ നിർദ്ദേശം കൊടുത്തു. അങ്ങനെ പോകുന്ന സമയത്ത് അവർ ഇംഗ്ലാവ് വിളിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്തു വന്നാലും ഞങ്ങൾ പ്രതികാരം ചെയ്യും, എന്തു വന്നാലും ഞങ്ങൾ പ്രതികാരം ചെയ്യും, ഇതിന് ഞങ്ങൾ വെറുതെ വിടില്ല, അച്ഛനെ ഒരു പാഠം പഠിപ്പിച്ചിരിക്കും എന്ന് പറഞ്ഞ് ഇംഗ്ലാവ് വിളിച്ച് പോകുന്ന ഒരു തെമ്മാടി കൂട്ടത്തെയാണ് അന്ന് രാത്രി 7 മണി 7:30 ധ്യാനകേന്ദ്രം വിട്ടു പോകുന്ന രംഗം ഞാൻ കണ്ടത്. ഞാൻ പറഞ്ഞു, അവരെന്തെങ്കിലും ചെയ്യട്ടെ. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ ചെന്ന് പറഞ്ഞു, കർത്താവേ, ഇതാ ഇവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. അവരുടെ പ്രതികാരം അങ്ങ് തന്നെ വേണ്ട പോലെ ക്രമീകരിക്കണമേ. പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, രാത്രി ഒരു 11:11 ഞാൻ നോക്കുമ്പോൾ ധ്യാനിക്കുന്ന എല്ലാവരെയും കടത്തി അച്ഛൻ ധ്യാനകേന്ദ്രത്തിൻ്റെ മുൻവശത്തേക്ക് വരുമ്പോൾ ഇതാ ഇരുട്ടിൻ്റെ മറവിൽ നിരതരയായി ഒരു 5-8 പേര് ഇങ്ങനെ കൈയും കൂപ്പി നിൽക്കുകയാണ്. ഞാൻ ചോദിച്ച, സഹോദരന്മാരെ, നിങ്ങൾ ആരാണ്? ഞാൻ സൂക്ഷിച്ചു നോക്കിയുള്ളൊരു കാര്യം മനസ്സിലായി. വൈകുന്നേരം 6:30 7 മണി 7:30 ധ്യാനകേന്ദ്രത്തിൽ നിന്ന് എന്തു വന്നാലും ഞാൻ പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ ആ തെമ്മാടി കൂട്ടമാണ് ഇത് നിരതരയായി വന്ന് നിൽക്കുന്നത്. ഞാൻ അവർ പറഞ്ഞു, ഫാദർ ക്ഷമിക്ക് ഫാദർ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു, ക്ഷമിക്കാൻ തയ്യാറാണ്, പക്ഷേ ഈ ധ്യാനകേന്ദ്രത്തിൽ നൽകുന്ന ഓരോ നിർദ്ദേശം കൃത്യമായി അനുസരിച്ചാൽ മാത്രമേ ഇവിടെ പ്രവേശിപ്പിക്കുകയുള്ളൂ. അവർ പറഞ്ഞു, അച്ഛൻ എന്തു പറഞ്ഞാലും അനുസരിച്ചോളാം എന്ന് പറഞ്ഞ് 100% കീഴടങ്ങി.
ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇത്ര പെട്ടെന്ന് മാറ്റം വരാൻ കാരണം എന്താണ്? അപ്പോൾ അവർ പറഞ്ഞു, ഫാദർ, ഞങ്ങൾ ഫാദർക്കെതിരെ സത്യമായും പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണ് ഇവിടുന്ന് പോയത്. ഞങ്ങൾക്ക് ഫാദറോട് ഭയങ്കര കലിയും ദേഷ്യവും തോന്നി. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ എന്തായാലും അച്ഛനെതിരെ പ്രതികാരത്തിന് വേണ്ടിയാണ് ഞങ്ങളുടെ ഹൃദയത്തിലെല്ലാം ജ്വലനം ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു 2 കിലോമീറ്റർ മുമ്പേക്ക് ചെന്നപ്പോൾ ഇതാ ഞങ്ങളുടെ വണ്ടിയുടെ മുമ്പിൽ ഒരു കാട്ടാന ഇറങ്ങി വന്ന് നിന്നു. ഒരു ചെറിയ ഓമിനി വണ്ടിയാണ്. ആ ഓമിനി വണ്ടിയുടെ മുമ്പിൽ ഒരു കാട്ടാന ഇറങ്ങി വന്ന് അവിടെ ആ റൂട്ടിൽ അവിടെ നിന്നു. അവർ വണ്ടി വേഗം നിർത്തി. കുടിയന്മാരാണെങ്കിൽ അവർക്ക് ബോധം ഉണ്ടായിരുന്നു. വണ്ടി വേഗം നിർത്തി. അവർ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. ആ കാട്ടാന പെട്ടെന്നൊന്നും ഇറങ്ങാൻ പാവില്ല. ആ കാട്ടാന അങ്ങോട്ട് തിരിയുന്നു, ഇങ്ങോട്ട് തിരിയുന്നു, അങ്ങോട്ടൊന്ന് നീങ്ങുന്നു, ഇങ്ങോട്ടൊന്ന് ചായുന്നു. അങ്ങനെ റൂട്ടിൽ ഒരു 10-15 മിനിറ്റ് നേരം അതിൻ്റെ ഡിസ്പ്ലേ പൂർത്തിയാക്കിയിട്ട് അത് അപ്പുറത്തെ സൈഡിലേക്ക് ഇറങ്ങി. അപ്പോൾ അതാ മറ്റൊരു കാട്ടാന റൂട്ടിലേക്ക് കയറി വന്ന് നിന്നു. അതും കുറച്ച് 10-15 മിനിറ്റ് നേരം അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് അത് വലിച്ചു നിന്നു, ഇത് വലിച്ച് ഒടിച്ചിട്ട് അങ്ങനെ റൂട്ടിൽ വിളയാടി. അങ്ങനെ 13ഓളം കാട്ടാനകൾ മാറി മാറി റോട്ടിലേക്ക് കയറുകയും ഇറങ്ങുകയും കയറുകയും നൃത്തം ചെയ്യുകയും ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്ത് ഏതാണ്ട് 2-2.5 മണിക്കൂർ ഈ കാട്ടാന കൂട്ടം ആ പരിസരത്ത് അവിടെ വിളയാടിക്കൊണ്ടിരുന്നു. ആ സമയത്തെല്ലാം ഈ വാഹനം ഒരു ഭാഗത്ത് അവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയം കൊണ്ട് അവരുടെ ഉള്ളിൽ അതിശക്തമായ ഒരു ഭയം കടന്നുകൂടി. അവർ പറഞ്ഞു, ഇപ്പോൾ നാട്ടിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ, ഇത് ധ്യാനകേന്ദ്രത്തിന് തൊട്ടടുത്ത് 2 കിലോമീറ്റർ അകലെ സംഭവിച്ച കാര്യമാണ്. അവർ പറഞ്ഞു, നാട്ടിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ കാട്ടിലേക്ക് കയറിയാൽ എന്തായിരിക്കും അവസ്ഥ? എന്തായാലും അവരുടെ ഉള്ളിൽ ശക്തമായ ഒരു അഭിപ്രായം ഉണ്ടായി. നമുക്ക് തിരിച്ചു പോയി അച്ഛൻ്റെ അടുത്ത് ക്ഷമ പറയണം, തിരിച്ചു പോയി അച്ഛനോട് ക്ഷമ പറയണം. അത് ദൈവത്തിൻ്റെ സ്ഥലമാണ്, അത് ദൈവത്തിൻ്റെ ആലയമാണ്, അവിടെ നമ്മൾ കീഴടങ്ങണം. അങ്ങനെ രാത്രി 10-11 മണിയോടുകൂടെ ഞാൻ നോക്കുമ്പോൾ ഇതാ 5-8 പേര് നിരനിരയായി വന്ന് ഫാദർ ഷെമി ഫാദർ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പൂർണ്ണമായും അനുസരിക്കുന്നതിനാൽ നിങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ചെറുതോ വലുതോ ആയ ഏത് സാഹചര്യവുമാകട്ടെ, ജീവിക്കുന്ന ദൈവമായ കർത്താവ് എന്നെയും നിങ്ങളെയും സഹായിക്കും എന്നുള്ളത് തിരുലിഖിതങ്ങളിൽ വ്യക്തമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഒരു ദൈവവചന രഹസ്യമാണ്. ഹെബ്രായ ലേഖനത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ 5-6 തിരുലിഖിതങ്ങൾ വചനം പഠിപ്പിക്കുകയാണ്. നിങ്ങളുടെ ജീവിതം ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് വിമുക്തമായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഞാൻ നിങ്ങളെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല. ഞാൻ നിങ്ങളെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഏത് ശത്രു രാജാക്കന്മാർ ആക്രമിക്കുമ്പോഴാകട്ടെ, അയൽക്കാർ ആക്രമിക്കുമ്പോഴാകട്ടെ, മേലധികാരികൾ ആക്രമിക്കുമ്പോഴാകട്ടെ, രാഷ്ട്രീയ പാർട്ടികൾ ആക്രമിക്കുമ്പോഴാകട്ടെ, ഏത് ഭാഗത്തു നിന്നും നീ ഒരു പരാജയം, നീ ഒരു ആക്രമണം നേരിടുമ്പോൾ, നീ ഒരു ശത്രുപീഠം നേരിടുമ്പോൾ, നീ ഒരു ഉപദ്രവം നേരിടുമ്പോൾ, ദൈവമായ കർത്താവ് നൽകിയിരിക്കുന്ന ഈ വാഗ്ദത്തത്തിൽ ഉറച്ചു വിശ്വസിക്കണം. ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഹെബ്രായ 13:6 അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയാണ്. അതിനാൽ നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം, കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്തു ചെയ്യാൻ കഴിയും? ഇത് എല്ലാവരും ഉറക്കെ പറയണം, ഇത് ആവർത്തിച്ച് പറയണം, ഇത് ഇടയ്ക്കിടയ്ക്ക് പറയണം. മനസ്സിൽ ഭയം കയറുമ്പോൾ ഇത് പറയണം, ക്ഷീണിച്ചിരിക്കുമ്പോൾ ഇത് പറയണം, പരാജയപ്പെടുമ്പോൾ ഇത് പറയണം, എല്ലാവരും കൈവിട്ടും തോന്നുമ്പോൾ ഇത് പറയണം. ഹെബ്രായ 13:6 അതിനാൽ നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം, കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്തു ചെയ്യാൻ കഴിയും? കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്തു ചെയ്യാൻ കഴിയും? കാരണം കർത്താവ് നമുക്ക് വാക്ക് തന്നിട്ടുണ്ട്, ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല. ബൈബിളിൽ ഒരു ദൈവമുണ്ട്. ആ ദൈവം അത്ഭുതങ്ങൾ ചെയ്തു പോലും തന്നെ ആശ്രയിക്കുന്ന തൻ്റെ ജനത്തെ സഹായിക്കുന്ന ദൈവമാണ്. അതാണ് സങ്കീർത്തനം 28-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യം. കർത്താവ് സ്വന്തം ജനത്തിൻ്റെ ശക്തിയാണ്.
കർത്താവ് സ്വന്തം ജനത്തിൻ്റെ ശക്തിയാണ്. ഈ കാര്യത്തെക്കുറിച്ച് സങ്കീർത്തന പുസ്തകത്തിൽ വീണ്ടും നമ്മൾ വായിക്കുന്നൊരു ഭാഗമുണ്ട്. സങ്കീർത്തന പുസ്തകം 27-ാം അധ്യായം 3-ാമത്തെ തിരുലിഖിതം വചനം പഠിപ്പിക്കുന്നു, ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയം അറിയുകയില്ല. എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം വെടിയുകയില്ല. ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയം അറിയുകയില്ല. എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം വെടിയുകയില്ല. സങ്കീർത്തന പുസ്തകത്തിൽ 27-ാം അധ്യായത്തിൽ 5-ാമത്തെ വാക്യം, ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും. അവിടുത്തെ കൂടാരത്തിനുള്ളിൽ എന്നെ അവിടുന്ന് ഒളിപ്പിക്കും. ദൈവത്തിൻ്റെ കൂടാരത്തിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് സംരക്ഷിക്കുന്ന ദൈവം, ദൈവത്തിൻ്റെ കരങ്ങളുടെ തണലിനുള്ളിൽ നിർത്തുന്ന ദൈവം. യെശയ്യായുടെ പുസ്തകത്തിൽ 51-ാം അധ്യായത്തിൽ 15-16 തിരുലിഖിതങ്ങൾ, തിരമാലകൾ അലറും വിധം കടലിനെ ശോഭിപ്പിക്കുന്ന ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്. ആകാശത്തെ വിരിച്ചും ഭൂമിക്ക് അടിസ്ഥാനമിട്ടും സിയോനോട് നീ എൻ്റെ ജനമാണെന്ന് പറഞ്ഞും എൻ്റെ വചനം ഞാൻ നിന്റെ അധരങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്നു. ഭയപ്പെടണ്ട, എൻ്റെ കരത്തിൻ്റെ തണലിൽ ഞാൻ നിന്നെ മറച്ചിരിക്കുന്നു. എൻ്റെ കരത്തിൻ്റെ തണലിൽ ഞാൻ നിന്നെ മറച്ചിരിക്കുന്നു. കരത്തിൻ്റെ തണലിൽ മറയ്ക്കുന്നൊരു ദൈവം, കൂടാരത്തിൻ്റെ ഉള്ളിൽ ഒളിപ്പിക്കുന്നൊരു ദൈവം. 91-ാം സങ്കീർത്തനം വായിക്കുന്ന ഇങ്ങനെയാണ്, ചിറകുകളുടെ കീഴിൽ അഭയം കൊടുക്കുന്ന ദൈവം. നമ്മൾ യഹോവയുടെ ചിറകുകളുടെ കീഴിൽ അഭയം പ്രാപിക്കുന്നവരാണ്. നാം യഹോവയുടെ ചിറകുകളുടെ കീഴിൽ അഭയം വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. പ്രിയ മകനെ, മകളെ, നീ ഇന്ന് പാപത്തിൽ ജീവിക്കുന്നവനാണെങ്കിൽ നിന്റെ പാപത്തെ ഉപേക്ഷിച്ച് നീ ഇന്ന് യേശുക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞാൽ ആ പിന്തിരിവിന് അത്ഭുതകരമായ വ്യത്യാസം നിന്റെ ജീവിതത്തിൽ വരുത്താൻ കഴിയും. നീ നിന്റെ പാപം ഉപേക്ഷിച്ച് യേശുവിനെ ആരാധിച്ച് ദൈവ പൈതലായി തീരുമെങ്കിൽ, നീ പാപവും വെറിക്കുത്തുകൾ ഉപേക്ഷിച്ച് ദൈവമാർഗത്തിലേക്ക് നടന്ന് ദൈവവചനപ്രകാരം ഒരു വിശുദ്ധ ജീവിതത്തിന് തുടക്കം കുറിച്ചാൽ, നിന്റെ ഒരു ആപത്തിൽ നീ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണം, ദൈവത്തിൻ്റെ സഹായം നിനക്ക് ഉറപ്പാണ്. ദൈവത്തിൻ്റെ സഹായം നിനക്കുണ്ട്. കാരണം കർത്താവ് സ്വന്തം ജനത്തിൻ്റെ ശക്തിയാണ്. മിസ്പായിൽ സാമുവേൽ പ്രാർത്ഥിച്ചു. അവൻ ദൈവത്തോട് വിശ്വസ്തനായിരുന്നു. അവൻ ദൈവത്തിൻ്റെ വഴിയെ നടക്കുന്നതിൽ ആനന്ദം കൊണ്ടിരുന്നു. അവൻ പാപം ഉപേക്ഷിച്ച് വചന മാർഗത്തിൽ അഭിമാനം കൊണ്ടിരുന്നു. അതുകൊണ്ട് ജനത്തിൻ്റെ ഞെരുക്കത്തിൽ അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. വലിയൊരു ഇടിമുഴക്കത്തിലൂടെ ശത്രുക്കളെ ഛിന്നഭിന്നമാക്കിയിട്ട് ദൈവത്തിൻ്റെ ജനത്തിന് അത്ഭുത വിജയം കൊടുക്കുന്ന രംഗം സാമുവേൽ പ്രവാചകൻ 1-ാമത്തെ പുസ്തകത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ 7 മുതൽ 14 വരെ തിരുലിഖിതങ്ങളിൽ കാണുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് സ്വന്തം ജനത്തിൻ്റെ ശക്തിയാണ്. അതുകൊണ്ട് അവിടെ ഒരു കല്ല് സ്ഥാപിച്ചിട്ട് സാമുവേൽ പ്രവാചകൻ പറഞ്ഞു, എബനേസർ, എൻ്റെ ദൈവം ഇതുവരെ എന്നെ സഹായിച്ചു, എൻ്റെ ദൈവം ഇതുവരെ എന്നെ സഹായിച്ചു എന്ന് പറഞ്ഞു എബനേസർ എന്ന് ആ സ്ഥലത്തിന് പേരിട്ടു. ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. ദൈവമേ, ഓരോ തകർച്ചയുടെ നടുവിൽ കാലുകൾ പതറുമ്പോഴും, ഓരോ അന്ധകാര പീഡകളിൽപ്പെട്ട് മനമിടറുമ്പോഴും, ദൈവമേ, എന്നെ സഹായിക്കാൻ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് എന്ന് പറഞ്ഞ് തളരുമ്പോഴും, അവിടുന്ന് ഈ വിശുദ്ധ ലിഖിതങ്ങളിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്ന പ്രകാരം ആത്മധൈര്യത്തോടെ കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യന് എന്നോട് എന്തു ചെയ്യാൻ കഴിയും എന്ന ഒരു ആത്മീയ ബോധ്യം, വചനബോധ്യം ഹൃദയത്തിൽ മുറുകെ പിടിച്ച് അവിടെ കർത്താവിൻ്റെ അത്ഭുത ശക്തി ഇറങ്ങാൻ തക്കവണ്ണം ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തിൻ്റെ വിശുദ്ധ ജനതയായി ജീവിക്കാൻ ഓരോ മകനെയും മകളെയും അഭിഷേകം ചെയ്യണമേ. ഇന്ന് വിശുദ്ധ ജീവിതം നയിക്കുന്നതിന് നാളെ അതിന് അത്ഭുതകരമായ ശക്തിയുണ്ടെന്നൊരു തിരിച്ചറിവ് കൊടുത്ത് ഇന്ന് പാപപേക്ഷിച്ച് ദൈവമാർഗത്തിലേക്ക് തിരിയാൻ തക്കവണ്ണം ഇപ്പോൾ ഓരോ കുടുംബങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഓരോ യുവാവിനെയും യുവതിയെ അഭിഷേകം ചെയ്യണമേ. ഓരോ ബാലനെയും ബാലികയെ അഭിഷേകം ചെയ്യണമേ. ഓരോ അപ്പനെയും അമ്മയെ അഭിഷേകം ചെയ്യണമേ. ഓരോരുത്തരെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമായ കർത്താവിൻ്റെ വഴികളിലൂടെ നടക്കുന്നത് വിശുദ്ധ ജീവിതം വിലയില്ലാത്ത ജീവിതമാണ് എന്ന് പിശാച് നൽകിയിരിക്കുന്ന ദുർചിന്ത, ദുരുപദേശം, ദുരുപദേശം യേശുവിന്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ, മാറാനാത്ത. Come, Lord Jesus. സങ്കീർത്തന പുസ്തകം 16-ാം അധ്യായം 8-ാം തിരുലിഖിതം. കർത്താവ്
എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. അവിടുന്ന് എൻ്റെ വലത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. അവിടുന്ന് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. എൻ്റെ വലതു ഭാഗത്ത് അവിടുന്ന് ഉള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. സങ്കീർത്തകനായ ദാവീദ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ദൈവത്തെ ഏറ്റുപറയുകയാണ്. 12-ാം സങ്കീർത്തനത്തിൽ 7-ാമത്തെ തിരുലിഖിതം വചനം പഠിപ്പിക്കുന്നു, കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ നിർമ്മലമാണ്. 7 ആവർത്തി ഉലയിൽ ശുദ്ധി ചെയ്തെടുത്ത വെള്ളിയാണത്. 7 ആവർത്തി ഉലയിൽ ശുദ്ധി ചെയ്തെടുത്ത വെള്ളിയാണത്. ദൈവം വിശുദ്ധ ലിഖിതങ്ങളോട് വാക്ക് നൽകിയിരിക്കുന്ന ഒരു വാക്ക് പോലും മാറ്റം വരികയില്ല. അവിടുന്ന് സഹായിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹായിക്കുക തന്നെ ചെയ്യും. 2 കരങ്ങൾ ഉയർത്തി, മകനെ മകളെ, നിന്റെ രോഗത്തിൽ, കടബാധ്യതയിൽ, ക്ഷീണത്തിൽ, കുടുംബ തകർച്ചയിൽ, സമാധാനം ഇല്ലാത്ത അവസ്ഥയിൽ ദൈവമായ കർത്താവിൻ്റെ അത്ഭുത ഇടപെടലിന് വേണ്ടി ഈ നിമിഷങ്ങളിൽ നീ കരഞ്ഞ് പ്രാർത്ഥിക്കുമോ? നീ എളിമപ്പെട്ട് പ്രാർത്ഥിക്കുമോ? ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ നിലവിളിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുത ശക്തി ഇതാ ഇപ്പോൾ വ്യാപരിക്കുകയാണ്. ഹാലലുയ്യ, ഹാലലുയ്യ. ഇതാ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജാവായ ദൈവമായ കർത്താവിൻ്റെ അത്ഭുത ശക്തി പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നു. രോഗികൾ കർത്താവ് യേശുക്രിസ്തുവിനെ ഉറക്കെ വിളിക്കുന്നു. ഹാലലുയ, ഹാലലുയ. യേശുവേ, യേശുവേ, യേശുവേ. യേശുവിൻ്റെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്ന് തകർച്ചകൾ വിട്ടുമാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വഴക്കും വക്കാണവും കുടുംബകലഹങ്ങളും കുടുംബങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകട്ടെ. ഹാലലുയ, ഹാലലുയ. കുടുംബത്തിൽ മക്കളുണ്ടാകാത്ത കുടുംബങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. മക്കളില്ലാത്ത കുടുംബങ്ങൾക്ക് യേശുവിൻ്റെ നാമത്തിന് അത്ഭുത ശക്തിയാൽ ഇപ്പോൾ മക്കളെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, മാറാ രോഗങ്ങൾ, പകർച്ചവ്യാധികളാൽ കഷ്ടപ്പെടുന്ന കുടുംബങ്ങളിൽ നിന്ന് പകർച്ചവ്യാധികളും രോഗത്തിൻ്റെ ആധിപത്യങ്ങളും യേശുവിൻ്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ. തഴക്കദോഷങ്ങൾ, ദുശീലങ്ങൾ, പാപത്തിൻ്റെ അടിമത്തങ്ങൾ, പൈശാചിക പീഡകൾ യേശുനാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം.